ത്തിനുള്ള ഈ കെയറിങ് കൊടുക്ക് വണ്ടിക്ക്. കണ്ട ഇത് ചെയ്യാതെ അനങ്ങാൻ നോക്കിയോണ്ടല്ലേ ഇപ്പൊ പെട്ടത്. ഇനി പതുക്കെ പതുക്കെ വാ, നോക്കി നോക്കി വാ. അഥവാ അഥവാ എന്നെ പോലെ ഒരുത്തൻ ഇവിടെ നിപ്പുണ്ടെന്ന് വിചാരിക്കും, ഇടിക്കുമെന്ന് തോന്നിയാ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വേണ്ട, ഈ തിരിയൊന്ന് ഒഴിവാക്കിയാ പോരെ. കണ്ട തിരി ഇടിക്കുമെന്ന് തോന്നി ഇതാണ് ചെയ്യണ്ട, മാറ്റി തിരിക്കുമെന്ന് മതി. ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വാ, ഇനി ഇടിക്കൂലല്ലോ. കണ്ട കണ്ട ഇനി വീണ്ടും എന്ത് ചെയ്യണം? മതി. ഇനി എന്ത് ചെയ്യണം നോക്കി, ഇനി വണ്ടി അങ്ങോട്ട് മാറണം. ഫുള്ളൊടിക്ക്. ഓടിച്ചാ ഇനി കയറി വാ. ഇനി ഇവിടെ പേടിക്കണ, ഇനി ഇപ്പുറത്തെ മിററ്. ഇപ്പോഴും ഇവിടെ ഒരു തടസ്സമായിട്ട് ഞാനുണ്ട്. എന്നെ വിശ്വാസമുള്ളത്രയും മാത്രം വാ. അങ്ങ് തിരിച്ചു തന്നെ പിടിച്ചോ. അവിടെ വരാവുന്ന അത്രയും വാ. അവിടെ നമ്മൾ ഓക്കെ ആക്കിയല്ലോ, ഇനി ഈ സൈഡല്ലേ, വരാവുന്ന അത്രയും വാ. വരാവുന്ന അത്രയും വാ. കാണാമല്ലോ എന്റെ ഇത്ര അടുത്ത് വരുന്നുണ്ടെന്ന്. അത്ര ഉള്ള കണ്ട പോരെ. ഇനി എന്ത് വേണം? മാറ്റി അനങ്ങരുത്. എന്ത് ചെയ്യണം? ഫുള്ള് ഓപ്പോസിറ്റ് തിരിക്കണം, നേരെയാക്കലല്ല. കണ്ട എന്നിട്ട് ഓപ്പോസിറ്റ് ഗിയർ ഇട്. ഓപ്പോസിറ്റ് ഗിയർ ഇട്, മുന്നോട്ട് പോകാനുള്ള ഗിയർ ഇട്. ഇട്ടാ ഒരു സ്റ്റെപ്പ് അനങ്ങുമ്പോ കാറിൻ്റെ അടുക്കെന്ന് മാറും. ബ്രേക്ക് അനങ്ങ്. മാറിയെന്നാ ഇല്ലെന്നാ? അപ്പം നിർത്ത്. വീണ്ടും എന്ത് ചെയ്യണം? പോകാനുള്ള ഗിയർ ഇട്. ടയർ എന്ത് ചെയ്യണം? നിർത്തിയിട്ട് തിരിക്കുക. ആദ്യം തിരിക്ക്. നേരെ ആക്കിയാൽ മതിയോ അതോ ഫുള്ള് മാറ്റി തിരിക്കണം? തിരിച്ചിട്ടില്ല. തിരിക്കാതെ വണ്ടി അനക്കരുത്. ഇനി പതുക്കെ അനങ്ങി നോക്ക്. ഈ മിററിൽ നോക്ക്, എന്നെ തട്ടാതെ മാറുന്നു. ഫുള്ള് തിരിച്ചിട്ടില്ല. ഫുള്ള് തിരിച്ചിരുന്ന എളുപ്പം മാറത്തില്ലായിരുന്നാ? മാറിയാ? അപ്പം നിർത്ത്. എന്ത് വേണം? ടയറ് നേരെയാക്കണം. കണ്ട ഇനി പതുക്കെ വീണ്ടും അകത്തോട്ട് ചെല്ലു. ഇനി എന്നെ ഇടിക്കൂലല്ലോ. ഇനി എവിടെ നോക്കണ്ടേ മോളെ? ഇവിടെ മോള് ശരിയാക്കി. ഇനി ഒരിക്കലും ഇവിടെ ഇടിക്കൂല വണ്ടി. ഇനി അപ്പുറത്തെ സൈഡിലാണ് ഇടിക്കാൻ ചാൻസ്. കണ്ട അപ്പൊ കുഴപ്പമില്ല. അപ്പൊ കറക്റ്റായിട്ടാണ് വണ്ടി പോട്ടെ. ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരും. അപ്പൊ സ്ക്രീനിൽ നോക്കിക്കോണേ. ഇടയ്ക്കിടയ്ക്ക് വണ്ടി എങ്ങോട്ടാ പോണേന്ന് കാണിച്ചു തരും. എങ്ങോട്ടാ ഇപ്പൊ പോണേ? നേരെയാണോ പോണേന്ന് എന്റെ പൊന്നം നോക്കിയ രണ്ട് മിററിലും. നിർത്തിയിട്ട് നോക്ക്. ഏത് സൈഡാ തട്ടാൻ പോണേ? അപ്പൊ എന്ത് ചെയ്യണം? എങ്ങോട്ട് തിരിച്ചാൽ എന്ത് പറ്റും? മാറ്റി തിരിക്ക്. ലെഫ്റ്റിലേക്ക് തിരിക്ക്. ഇച്ചിരി കൂടുതൽ തിരിക്ക്. എന്നിട്ടൊന്ന് അനങ്ങ്. അപ്പൊ വണ്ടി എളുപ്പം മാറിത്തരും. കണ്ടാ? മാറിയാ? അതോ ആവശ്യത്തിന് ഇനിയും മാറണോ? അപ്പൊ എന്ത് ചെയ്യണം? ടയറ് നേരെയാക്ക്. മതി. ഓക്കെ. വീണ്ടും അനങ്ങ്. മനസ്സിലാകുന്നുണ്ടാ? നിർത്ത്. അതായത് റിവേഴ്സിൽ ഫിക്സഡ് ആയിട്ട് പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വണ്ടി ചിലപ്പോൾ ചരിയും. നിർത്തി അറേഞ്ച് ചെയ്തോണ്ടിരിക്കണം. ഓക്കെ ആണോ? ഉറപ്പാണ്? ഇനി ഇന്ന് റൈറ്റ് ഇറക്കി കാണിച്ചതാ വണ്ടി ഇവിടുന്ന്. മറ്റേ ഇവിടെ ഞാനുണ്ടെങ്കിൽ എന്നെ തട്ടുമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? വരാവുന്ന അത്രയും വാ. ആദ്യം വിശ്വാസം ഉള്ളത്രയും വാ. അത്രേ ഉള്ളു. ഇനി എന്ത് വേണം? പറ, എന്ത് വേണം? റിവേഴ്സ് ഗിയർ ഇടണം. സ്റ്റിയറിങ് ഓടരുത്. സ്റ്റിയറിങ് ഫുള്ള്. ഒരു സ്റ്റെപ്പ് നീങ്ങുന്നതനുസരിച്ച് കാർ എൻ്റെ അടുക്കെന്ന് മാറിത്തരും. കണ്ട ഇവിടെ നോക്ക്. ഇവിടെ പോരെ. നിർത്ത്. എന്ത് ചെയ്യണം? നിർത്ത്. ഡ്രൈവ് ഇടണം. മാറ്റി തിരിക്കണം. അനങ്ങരുത്. അനങ്ങുന്നോറും സ്ഥലം പോവും. ഇപ്പൊ മനസ്സിലായ മോളെ? എനിക്ക് വിശ്വാസം ഇല്ലാത്തത് ഈ ഒരൊറ്റ കാര്യത്തില്ല. എടുത്തോണ്ട് ഓടാൻ നോക്കും വണ്ടിയും കൊണ്ട്. നടക്കുവോ അത്?
അപ്പൊ വണ്ടി നമ്മുടെ സ്ഥലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമുക്ക്. ആ പോട്ടെ, ചലോ ആ അനക്കാലോ. അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്, തടി കെടാകാതിരിക്കും, അതല്ലേ നല്ലത്. ആ ഗ്ലാസ് പൊക്കിയത്. ഇനി ഞാൻ കാണിക്കുന്ന സ്ഥലത്തിട്ട് വണ്ടി തിരിച്ചു തരണം എനിക്ക്. ഇത് വേണ്ട, ഇതിപ്പോ കാണാം. ഇപ്പൊ ഓഫ് ആണോ? അല്ലേ, എല്ലാം ഓഫാണ്. ഇനി ആദ്യത്തെ എന്തുവാ? ഇത് ഓട്ടോ. അതെന്തുവായിരിക്കും? അത് ഇത് മറ്റേ സൂര്യന്റെ വെളിച്ചത്തില് അത് വന്നതും പോണതും. അതായത് അതിന്റെ മേളിൽ എന്തുവാ? ഇതിന്റെ മേളില് അതെന്താണ്? ഇതെന്താണ്? ഇവിടെ ഒരു പച്ച ലൈറ്റ് തെളിഞ്ഞ കണ്ട മീറ്ററിനകത്ത്. എന്തായിരിക്കും അത്? പാർക്കിംഗ് ലൈറ്റ്. പാർക്കിംഗ്. ഓ സോറി, നമ്മളെവിടെയെങ്കിലും പാർക്ക് ചെയ്തിടുമ്പോ പോണ ഇരുട്ടത്ത് വണ്ടി ഇട്ടിട്ട് പോയാ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വണ്ടിക്കാർക്ക് നമ്മുടെ കാർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വാണിംഗ് ലാമ്പ്, പാർക്കിംഗ് ലൈറ്റ്. ഓക്കെ, അടുത്തതോ? അതെന്തായിരിക്കും? ഇത് നല്ല നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ആയി. ഓക്കെ, നമ്മൾ ഓൺ ആക്കി. നമ്മൾ ഓഫ് ആക്കുന്നത് വരെ ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കും. ഓട്ടോയിൽ എങ്ങനെയായിരുന്നെന്ന് വെച്ചാ തന്നെത്താൻ ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്തോളുമായിരുന്നു. അതായത് ഇപ്പൊ ഈ വെള്ള ലൈറ്റ് ഇപ്പൊ മെയിൻ ലൈറ്റ്, ഇതിപ്പോ ഇതിനകത്തോട്ട് ആക്കി കഴിഞ്ഞാ ഈ അന്തരീക്ഷത്തിൽ ഇത് തെളിയൂല. അതെ, ഇങ്ങനെ ഇട്ട അന്തരീക്ഷത്തിൽ ഇപ്പൊ തെളിയില്ല. ഇപ്പൊ അത് ഓഫായി കിടക്കണേണ്. രാത്രി ആകുമ്പോ തന്നെ ഓണായിക്കോളൂ. ഇതിപ്പോ ഓണാക്കിയപ്പോ ഈ ആ സി പോലത്തെ ലൈറ്റ് ഓണായി. ലൈറ്റ് അല്ല, ഹെഡ്ലൈറ്റ്. നമ്മൾ ഓഫ് ആക്കുന്നത് വരെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു തന്നെ കിടക്കും. ഇനി ഹെഡ്ലൈറ്റ് ഡിമ്മിലാണോ ബ്രൈറ്റിലാണോ? ഇപ്പൊ ഡിമ്മിലാണ് കിടക്കണത്. അത് ബ്രൈറ്റിലേക്ക് ആക്കണമെങ്കിൽ ഇങ്ങനെ തിരിക്കണം. ഇപ്പൊ എങ്ങനെ, ബ്രൈറ്റിലാണോ ഡിമ്മിലാണോ? ഇപ്പൊ നല്ല വെളിച്ചത്തിൽ. അപ്പൊ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഡിമ്മിലാണോ ബ്രൈറ്റിലാണോ എന്നോട് പറഞ്ഞ എങ്ങനെ? ഈ നീല ലൈറ്റ്, അത് നീല ലൈറ്റ് വന്നാൽ അതിനർത്ഥം എന്തുവാ? നീല ലൈറ്റ് വന്നാല് ഭയങ്കര തെളിച്ചം. അതെ, കൂടുതൽ തീവ്രതയുള്ള വെളിച്ചമാണെന്ന്. ഹൈ ബീം. രാത്രി ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ദൂരെ കാഴ്ച വേണമെന്നോ അല്ലെങ്കിൽ മുന്നിൽ കാഴ്ച പോരെന്നോ തോന്നിയാ താൽക്കാലികമായിട്ട് ബ്രൈറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് ഉടനെ തന്നെ ഡിമ്മിലേക്ക് മാറ്റിക്കോണം. ഓക്കെ ആണോ? ഇതിപ്പോ ദൂരക്കാഴ്ചയായി. അല്ല, ഇതിപ്പോ നോർമൽ റോഡിലേക്ക്. അതാണ് ദൂരക്കാഴ്ച. അപ്പൊ ഇങ്ങനെ തെളിഞ്ഞ് തന്നെ കിടക്കും. അതെ, ഓക്കെ ആണ്, ഉറപ്പാണ്. ഡിമ്മും ബ്രൈറ്റും മനസ്സിലായോ? ഹെഡ്ലൈറ്റ് ഇനി ഓഫ് ആക്കുന്നത് എങ്ങനെയാ? പോരട്ടെ, ഓഫ് ആയ ഓട്ടോ മോഡിലാണ്. ഇതിപ്പോ ഓട്ടോ മോഡ്, ഇത് ഓഫ്. ഓക്കെ, ഓട്ടോ മോഡിൽ തന്നെ ഇട്ട് വെക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. പോരട്ടെ, അത് തന്നെ. ഓക്കെ, അതിന്റെ തൊട്ടിപ്പുറത്ത് അതുപോലെ സ്വിച്ച് കണ്ട? അവിടെ തന്നെ ആകണ്ട, ഓഫ് എന്ന് ഒരു പടവും കണ്ട? അതെന്തായിരിക്കും? ഫോഗ് ലാമ്പിന്റെ ഓൺ ഓഫ്. ബമ്പറിൽ ഒരു റൗണ്ട് ലൈറ്റ് ഇല്ലേ, അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും. ഇതിപ്പോ ഓഫിലാണ്. മേളിലേക്ക് തട്ടിയാ അത് ഓൺ ആവും. ഓക്കെ, അത് ഓൺ ആവണമെങ്കിൽ ഒന്നെങ്കിൽ പാർക്ക് ലൈറ്റ് തെളിയണം, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് തെളിയണം. പാർക്ക് ലൈറ്റിലോട്ട് ആക്കിക്കാൻ നമ്മുടെ സ്വിച്ച് ആയില്ലേ? ഇപ്പൊ ഒരു എക്സ്ട്രാ പച്ച വെളിച്ചം വന്ന കണ്ട ഈ മീറ്ററിനകത്ത്? ഫോഗ് ലാമ്പ് ഓൺ ആണെന്ന് കാണിക്കാൻ. ഫോഗ് ലാമ്പ് ഒന്ന് ഓഫ് ആക്കിക്കേ. കണ്ട, ഫോഗ് ലാമ്പ് ഒന്ന് ഓൺ ആക്കിക്കേ. ഫോഗ് ലാമ്പ് നമ്മൾ ഒരിക്കൽ ഓൺ ആക്കിയ നമ്മൾ ഇനി ഹെഡ്ലൈറ്റോ പാർക്ക് ലൈറ്റോ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയും ചെയ്യുമ്പോൾ അത് തന്നെ തെളിഞ്ഞോളും. വേണ്ട, നോക്കിക്കോ. അതെ, അവിടെ തന്നെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി നോക്കിക്കേ, ഫോഗ് ലാമ്പ് കെടും. ഇനി പാർക്കിംഗ് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കിക്കേ, കണ്ട ഫോഗ് ലാമ്പ് തെളി. ഒരിക്കൽ നമ്മൾ ഓൺ ആക്കിയ പിന്നെ നമ്മൾ ഓരോ തവണ ലൈറ്റ് ഇടുമ്പോഴോ തന്നെ ഓൺ ആയിക്കോളും. നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഓഫ് ആക്കി കൊടുക്കണം. ഫോഗ് ലാമ്പ് ഓഫ് ആക്കിക്കേ. അവിടെ കണ്ടോ? ഇപ്പൊ പാർക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ വണ്ടിക്ക്, അതും കൂടെ ഓഫ് ആക്കിയത്. മനസ്സിലായ? ഉറപ്പാണ്. ഫോഗ് ലാമ്പ് എന്തിനാന്നറിയാലോ? എന്തിനാ? മൂടൽ മഞ്ഞോ അതുപോലുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പ്രസൻസ് കാണിക്കാൻ എക്സ്ട്രാ ലൈറ്റ്. ഓക്കെ, കൂടുതൽ തീവ്രതയുള്ള വെളിച്ചം നമ്മുടെ വണ്ടിയുടെ പ്രസൻസ് കാണിക്കും. ഓക്കെ, ലിവർ അതാണ് വൈപ്പറിന്റെ കൺട്രോൾ. ആ ലിവറിനെ ഇങ്ങോട്ട് ഫ്ലാഷ് ചെയ്ത് ഗ്ലാസ് കഴുകാനുള്ള വെള്ളം വരും. കൈ പിടിക്കുന്ന അത്രയും നേരം വെള്ളം വരും. കണ്ട, കൈ വിട്ടാൽ അത് തൂത്ത് കഴിയുമ്പോ നിന്നോളൂ. വേണ്ട, ഒന്നും ചെയ്യണ്ട. കണ്ട? ഓക്കെ, വെറുതെ ഒരു വിരലുകൊണ്ട് അതിനെ താഴേക്കും തട്ടിയിട്ട് വിട്ടെ. ഞാൻ താഴേക്കും തട്ടിക്ക. ഒരു തവണ തട്ടാനല്ലേ ഞാൻ പറഞ്ഞ. വിട്, ഒരു മര്യാദ വേണ്ടേ? ഇവിടെ നോക്ക്, പതുക്കെ ഒരു തവണയും താഴേക്ക് തട്ടിക്കേ മതി. ഇത് ഓട്ടോ വൈപ്പറാണ്. അതായത് ഹെഡ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മഴവെള്ളം ഇതിൽ വന്നാ തന്നെത്താൻ വൈപ്പർ ഓൺ ആവും. മഴവെള്ളം തീവ്രതയിലായിട്ട് വന്നാ ഇത് സ്പീഡിൽ വർക്ക് ചെയ്യും. മഴവെള്ളം പതുക്കെയാണ് വരുന്നതെങ്കിൽ ഇത് പതുക്കെ വർക്ക് ചെയ്യും. അതായത് വെള്ളം വരുന്നതനുസരിച്ച്
സെൻസറിൽ വെള്ളം വന്ന് വീഴുന്നതനുസരിച്ച് വൈപ്പർ ഓൺ ആയിക്കൊണ്ടിരുന്നോളും. വെള്ളത്തിന്റെ പവറിനനുസരിച്ച് വൈപ്പറിന്റെ സ്പീഡ് വൈപ്പർ അഡ്ജസ്റ്റ് ചെയ്തോളും സ്വയം. ഓട്ടോ വൈപ്പർ. ഓക്കെ, ഒരു തവണ ഒന്ന് പതുക്കെ താഴോട്ട് ഒന്നുകൂടെ ആക്കിക്കേ. പതുക്കെ ഒരു തവണ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ വൈപ്പ് ചെയ്തോണ്ടിരിക്കും. മഴ നമ്മൾ ഓണാക്കിയതാ. ഒന്നുകൂടെ താഴേക്ക് തട്ടിക്കേ. ഫുൾ സ്പീഡിൽ അത് തൂക്കും. ശക്തിയായ മഴ. അല്ല, അഥവാ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതെല്ലാം സെൻസറാണ്. ചിലപ്പോ ആ സെൻസറിൽ വെള്ളം വീണില്ലാന്നിരിക്കും. വൈപ്പർ പതുക്കെയാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് മാനുവലി ഓൺ ആക്കാം. ഹെഡ്ലൈറ്റ് കണ്ട ഓട്ടോ മോഡും ഉണ്ട്, ഒരു ഓൺ മോഡും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഓൺ ആക്കാം. അങ്ങനെ ഓൺ ആക്കാനാണിത്. വൈപ്പർ ഓഫ് ആക്കണമെങ്കിൽ ആദ്യം മേളിലേക്ക് ഇട്ടാൽ ലോ, അതായത് പതുക്കെ. ഒന്നുകൂടെ മേളിലേക്ക് ആക്കി ഓട്ടോ മോഡ്. ഒന്നുകൂടെ മേലേക്ക് തട്ടി ഓഫ്. ഹെഡ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞ കണക്ക് ഒരു ഓട്ടോ ഉണ്ട്, ഒരു ഓഫ് ഉണ്ട്, ഒരു ഓൺ ഉണ്ട്. കിട്ടിയാ ഉറപ്പാണ്? മാറ്റി പറയുവാ? ഇനി ദേ ഇവിടെ ഒരു വോളിയം പോലത്തെ ഒരു സ്വിച്ച് കണ്ട ഇവിടെ. ദേ ഇവിടെ ഇതെന്തിനാന്ന് വെച്ചാ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഓട്ടോ സെൻസർ ആണ് ഇതിനകത്തൊന്നും. അഥവാ മഴവെള്ളം വരുമ്പോൾ ഈ വൈപ്പർ ലേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണം തോന്നിയാ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് കുറയ്ക്കാം, സ്പീഡ് കൂട്ടാം. ഈ വൈപ്പറിന് എന്ത് വേണമെങ്കിലും ചെയ്യിക്കാം. ഓട്ടോ മോഡിൽ കിടക്കുമ്പോൾ അതിനെ എളുപ്പത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടാക്കാം, താമസിച്ച് മതിയെങ്കിൽ ഇങ്ങോട്ടാക്കാം. ഓക്കെയാണ്. അതിന്റെ തൊട്ടിപ്പുറത്തൊരു സ്വിച്ച് കണ്ട, എന്തുവാ അത്? അതെന്തുവാ അത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട്. ഇങ്ങോട്ട് പുള്ളി ചെയ്തപ്പം ഫ്രണ്ട് ഗ്ലാസ് വാഷ് ചെയ്തില്ലേ, അങ്ങോട്ട് പുഷ് ചെയ്തേ. പുഷ്, ഇങ്ങനെ പുഷ്. അപ്പൊ അതേ ബാക്കിലെ ഗ്ലാസ് വാഷ് ചെയ്യാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കില്ല, അവിടെ വെള്ളം വരുന്നുണ്ട്. ഓക്കെ, കൈവിട്. തൂത്ത് കഴിയുമ്പോ നിന്നോളൂ. ഓക്കെ, ഇവിടെ കൂടെ കൂടെ നോക്കി കാണാവാ. അങ്ങോട്ട് തള്ളി നോക്കാം. അപ്പൊ നമ്മള് ബാക്കിൽ നോക്കി വണ്ടി വെക്കൊന്നും ഓടിക്കണ്ടല്ലേ? ഏത് ബാക്കിൽ? ഇത് ഗ്ലാസ്. ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കിട്ട് വല്ലതും കാണാവോ കുഞ്ഞിനൊന്നും നോക്കിയാ? ഇപ്പൊ കാണാം. എന്ത് കാണാം? ബാക്കിൽ വണ്ടി കാണാവോ? വണ്ടി ഇപ്പൊ അവിടെ വണ്ടി ഇരിക്കണാണ്. എവിടുത്തെ വണ്ടി? അവിടെ ഒരു 2 വീലർ ഉണ്ട് ഇതിനകത്ത്. എവിടെ? 2 വീലർ ഉണ്ട്. പറ. നമ്മുടെ നേരെ നിക്കാൻ. എവിടെ നേരെ നിക്കാൻ? എവിടെ? ഇത് കാലയില് കിട്ടാൻ. അതിന്റെ കൂടെ ഒരു പടം കൂടെ ഉണ്ട്. തട്ടി മേലോട്ട് പോകാനാ. കാലയിലും ഗ്ലാസ്സിലേക്ക് ഫോഗ്. ഗ്ലാസ്സിൽ ചില ക്ലൈമറ്റിൽ ഓടിക്കുമ്പോ ഒരു മൂടൽ വരും. ആ മൂടൽ വന്നാൽ ഈ മോഡിലേക്ക് ആക്കിയ കാലിലേക്കും കാറ്റ് കിട്ടും. ഇവിടെ കൂടെ ഗ്ലാസ്സിലേക്കും കാറ്റ് കിട്ടും. അപ്പൊ ഇവിടെ ഉള്ള മഞ്ഞ് പോക്കോളും. മുഖത്തേക്കുള്ളത് ഇത്. ഈ വെന്റിൽ കൂടെ മുഖത്തേക്ക് കാറ്റടിക്കും. കണ്ടാ? ഇതെന്ന് പറഞ്ഞാ കാലിലും കിട്ടും, മുഖത്തും കിട്ടും. നോക്ക്, ഞെക്കി നോക്ക്. കാലേ കിട്ടുന്നുണ്ടോ കാറ്റ്? ഉറപ്പാണ്. അടുത്തതെന്ന് പറഞ്ഞാ കാലില് മാത്രം പ്രസ് ചെയ്യും. ഇവിടെ കട്ടായോ നോക്ക്, മേളിലുണ്ടോ? കാലില് മാത്രമായി. ഇതെന്താന്ന് മനസ്സിലായല്ലോ? കാലിലും കാറ്റ് കിട്ടും, ഗ്ലാസിയലേക്കും കിട്ടും. ഇത് ഗ്ലാസിയലേക്ക് മാത്രം ഞെക്ക്. ഗ്ലാസ്സിൽ മൂടൽ വന്നാ അത് ക്ലിയർ ആക്കാൻ. വീണ്ടും മുഖത്തേക്ക് വേണമെങ്കിലോ? അതാണ് മുഖത്തേക്കാണ്. മുഖത്തേക്ക് കണ്ടാ? ഓക്കെയാണ്. ഇതിന്റെ പേര് മോഡ് സ്വിച്ച്. കാറ്റ് ഏത് വെന്റിൽ കൂടെ വരണം എന്ന് സെലക്ട് ചെയ്യുന്ന സ്വിച്ചുകളാണ് ഇത്. ഓക്കെ, ഇതെന്തായിരിക്കും? എസിയുടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചുമപ്പിലേക്ക് തിരിക്കും തോറും ചൂട് വരാൻ തുടങ്ങും. തിരിച്ചു നോക്ക്, മാക്സിമം ചുമപ്പിലേക്ക് തിരിച്ച്. ചൂട് കാറ്റാണോ വന്നെന്ന് നോക്കിയാ? ഉറപ്പാണ്. തണുപ്പ് വേണമെങ്കില നീലയിലേക്ക് വരണം. മാക്സിമം നീല വന്നാ മാക്സിമം തണുപ്പ്. അതെ, നമ്മുടെ ഇഷ്ടത്തിന് ആ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ടെമ്പറേച്ചർ കൺട്രോൾ. തണുപ്പ് മാനേജ് ചെയ്യുന്ന ഇവിടെ. ഓക്കെ, എവിടെ കൂടെ കാറ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ സ്വിച്ചുകൾ. AC ഓൺ ആണോ ഓഫ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ സ്വിച്ച്. ഇപ്പൊ AC ഇല്ല, ഇപ്പൊ AC ഓൺ ആണ്. ഇത് ഫാനിന്റെ സ്പീഡ്. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് സ്പ്രെഡ് ചെയ്യിക്കണമെങ്കിൽ 1 2 3 ഇപ്പൊ ഓഫായി. കണ്ട? കൂടുതൽ പവറിൽ വണ്ടി കൂളിംഗ് ആക്കും. ഓക്കെ ആണ്. ഫാൻ ഉണ്ടെങ്കിൽ മാത്രമേ AC വർക്ക് ചെയ്യത്തുള്ളൂ. ഫാൻ ഓഫ് ആയാ AC ഓഫ് ആവും. കണ്ട? ഫാൻ ഓൺ ആയാൽ മാത്രമേ കണ്ട? വേണമെങ്കിൽ നമുക്ക് AC ഓഫ് ചെയ്യാം, എന്നിട്ട് ഫാൻ മാത്രം വർക്ക് ചെയ്യിക്കാം. ഓക്കെ, പക്ഷെ AC വർക്ക് ചെയ്യണമെങ്കിൽ ഫാൻ ഓൺ ആയിരിക്കണം. AC ഓൺ ആക്കണം. ഓക്കെ, ഇനി ഇത് കണ്ട? ഒരു കാറിന്റെ പടം കാണിച്ചിരിക്കുന്നത്. കാറിനകത്തെ വായുവിനെ തണുപ്പിക്കണോ
പുറത്തുനിന്ന് ഫ്രഷ് എയർ എടുത്ത് തണുപ്പിക്കണോന്ന് ചോദിക്കുന്ന സ്വിച്ച്. എയർ ഇൻടേക്ക് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഇപ്പൊ കാറിന്റെ പുറത്തുനിന്നുള്ള ഫ്രഷ് എയർ എടുത്തിട്ടാണ് വണ്ടി വർക്ക് ചെയ്യുന്നത്. AC കൂളിംഗ് പോയത് കണ്ട ഒരു മണം വരുന്നുണ്ടോ? പച്ചലട ഉണ്ടാ? പുറത്തുനിന്ന് ഫ്രഷ് എയർ എടുത്തിട്ടാണ് വണ്ടി വർക്ക് ചെയ്യുന്നത് AC. ഇപ്പം കാറിനകത്തെ വായുവിനെയാണ് തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ളതിന് തന്നെ നമ്മുടെ സ്മെല്ലുകളെ തന്നെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൂളിംഗ് കിട്ടുന്നത് ഇപ്പോഴാണ് മറ്റേത് കൂളിംഗ് കുറവാണ്. മനസ്സിലായ? രണ്ട് സാഹചര്യത്തിലാണ് നമ്മൾ ഇത് മാറ്റേണ്ടി വരുന്നത്. എപ്പോഴൊക്കെ ആയിരിക്കും? ഒന്ന്, പുറത്ത് ഈ കാറിനകത്ത് എന്തെങ്കിലും ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. പുറത്തുനിന്ന് ഫ്രഷ് എയർ കയറിക്കോളും, നമുക്കൊരു വൃത്തികെട്ട മണം ഫീൽ ചെയ്യില്ല. ഇനി കൂടുതൽ മഞ്ഞ് വന്ന് അല്ലെങ്കിൽ കൂടുതൽ തണുപ്പും മഴയും ഉള്ളപ്പോൾ കാർ ഓടിച്ചാൽ ഈ ഗ്ലാസ്സിൽ ഒരു മോഡൽ വരും. അത് വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ആക്കി ഉപയോഗിക്കണം. ഓക്കെ, അതായത് ഈ സ്വിച്ച് എന്തിനുള്ളതെന്നറിയാലോ. അത് ഞെക്കുമ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയാ, അവിടെ ഞെക്കി നോക്ക്, കണ്ട ഇത് ഓഫായി പോയത് കണ്ട. അതായത് മോഡൽ വരാതിരിക്കണമെങ്കിൽ തണുത്ത ക്ലൈമറ്റിൽ ഇങ്ങനെ ആയിരിക്കണം AC വർക്ക് ചെയ്യേണ്ടത്. പിടികിട്ടിയ ഉറപ്പാണ്? മറക്കുവാ? ഇത് ബാക്കിലെ ഗ്ലാസ്സിൽ മോഡൽ വന്നാൽ കളയാം, ബാക്കിലെ മെയിൻ ഗ്ലാസ്സിൽ വന്നാൽ. ഫ്രണ്ടില്ല.